നമ്മുടെ കൈവശമുള്ള ഒരു PDF ഫയലിനെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു വേർഡ് ഡോക്യുമെൻ്റാക്കി മാറ്റാം, ആ വേർഡ് ഡോക്യുമെൻ്റ് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ആ ഒരു PDFനകത്തുള്ള ടേബിളുകളും ഗ്രാഫുകളും മറ്റുമൊക്കെ എങ്ങനെ എക്സലിലേക്ക് കൊണ്ടുവരാം എന്നുമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇവിടെ ഒരു PDF ഫയൽ ഞാൻ തൽക്കാലം ഓപ്പൺ ചെയ്യുകയാണ്. ഇതൊരു PDF ഫയലാണ്. ഈ PDFനകത്ത് ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചിത്രങ്ങൾ, അതുപോലെ ഗ്രാഫുകൾ, ടേബിളുകൾ മുതലായവ ഈ ഒരു PDFനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് നമുക്ക് വേർഡിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അതുപോലെ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി വേർഡ് ഓപ്പൺ ചെയ്യുന്നു. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഓപ്പൺ എന്നത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു PDF ഫയൽ ഓപ്പൺ ആക്കാം. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതുപോലൊരു വിൻഡോ വരും. അവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആ PDF ഫയലിൻ്റെ സൈസിനനുസരിച്ച് സമയവ്യത്യാസം വരും അത് ഓപ്പൺ ആവാനായിട്ട്. ഒരു അല്പസമയത്തിനുള്ളിൽ ആ ഒരു PDF ഫയൽ വേർഡ് ഡോക്യുമെൻ്റായിട്ട് കൺവെർട്ട് ആവുന്നതായിരിക്കും. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. നമ്മുടെ PDF ഫയൽ വേർഡിനകത്ത് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിലവിൽ പ്രൊട്ടക്റ്റഡ് വ്യൂവിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. നമുക്ക് മുകളിൽ കാണുന്ന എനേബിൾ എഡിറ്റിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു PDFനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എനേബിൾ എഡിറ്റിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇതുപോലൊരു മെസ്സേജ് വരും, അത് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ PDF ഫയൽ വേർഡിലേക്ക് കൺവേർട്ട് ആയിരിക്കുകയാണ്. നമുക്കിവിടെ എഡിറ്റിങ്ങുകൾ ചെയ്യാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത്രയും ഭാഗം ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതിവിടെ ഹൈലൈറ്റ് കൊടുക്കുന്നു. അത് ഹൈലൈറ്റ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇത്രയും ഞാൻ സെലക്ട് ചെയ്ത ശേഷം അത് ബോൾഡ് ആക്കുകയാണ്. ബോൾഡാക്കി അതുപോലെ തന്നെ നമുക്ക് ഇറ്റാലിക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ആവശ്യമെങ്കിൽ ഫോണ്ട് സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ചെയ്ത് ചേർക്കണം, അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ചേർക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെയുള്ള ഈ ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്ത് ഇങ്ങനെ എക്സലിലേക്ക് കൊണ്ടുപോകുന്നതിന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ടാകും. ഈ ഒരു ടേബിളിനെ നമുക്ക് എക്സലിലേക്ക് കൊണ്ടുപോകണം. ഈ ഒരു ടേബിളിൻ്റെ ടോപ്പിലായിട്ട് ഇത്തരത്തിലൊരു സിമ്പിൾ ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ കോപ്പി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നേരെ എക്സലിലേക്ക് പോകാം. എക്സലിനകത്തൊരു ബ്ലാങ്ക് വർക്ക് ബുക്ക് തുറക്കുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കത് പേസ്റ്റ് ചെയ്യണം. ഞാൻ ഇവിടെ ഒരു സെല്ല് സെലക്ട് ചെയ്തു. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് പേസ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുകയാണ്. ആ ഒരു ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം ഇത്തരത്തിൽ എഡിറ്റിങ്ങുകൾ ഇതിനകത്ത് വീണ്ടും ആവശ്യത്തിന് ചെയ്യാവുന്നതാണ്. നമുക്ക് മൂവ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വേറൊരു ഗ്രാഫ്, ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫിനെ അവിടേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ഈ ഒരു ചാർട്ട് നമുക്ക് അവിടേക്ക് കൊണ്ടുപോകാം. അതിനുവേണ്ടി ഈ ചാർട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അവിടെ കോപ്പി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരെ എക്സലിലേക്ക് പോകുന്നു. ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം പേസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു ചാർട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഇത്തരത്തിൽ ആരോ മാർക്ക് പ്രസ് ചെയ്ത ശേഷം അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേർഡിനകത്ത് കിടക്കുന്ന ഒരു ഫയലിൽ നിന്നും ഇത്തരത്തിൽ ഗ്രാഫുകളും ടേബിളുകളും ചാർട്ടും ഒക്കെ എക്സലിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു PDF ഫയലിനെ നമ്മൾ ഇത്തരത്തിൽ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇത് സേവ് ചെയ്യണം. ഇത് ഒന്നുകിൽ നമുക്ക് വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ട് സേവ് ചെയ്യാം, അല്ലാതെ PDF ആയിട്ട് തന്നെ നമുക്ക് സേവ് ചെയ്യാനും സാധിക്കും. അതിനുവേണ്ടി PDF ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടി ഫയൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സേവ് ആസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫയലിനൊരു പുതിയ നെയിം ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. അതിനുശേഷം ഫയൽ ടൈപ്പ് എന്നുള്ളത് സേവ് ആസ് ടൈപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ PDF സെലക്ട് ചെയ്യുക. ശേഷം സേവ് കൊടുക്കുക. നമ്മൾ എഡിറ്റ് ചെയ്ത ഫയൽ പുതിയ മോഡിഫൈ ചെയ്ത രൂപത്തിൽ സേവ് ആവുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ PDF ഫയലുകൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നത് ഒരു PDF ഫയലിനെ എങ്ങനെ വേർഡിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ആ ഒരു PDF ഫയലിനകത്തുള്ള ടേബിളുകൾ, ചാർട്ടുകൾ, ഗ്രാഫുകൾ മുതലായവ എക്സലിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുമാണ്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.